ബന്ദികളുടെ മോചനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഹമാസിന്റെ കസ്റ്റഡിയിലുള്ള ഇസ്രായേൽ ബന്ദികളുടെ മോചനം സംബന്ധിച്ച് കർശന നിർദ്ദേശമാണ് ട്രംപ് നൽകുന്നത്. 3 ദിവസത്തിനുള്ളിൽ മുഴുവൻ ബന്ദികളെ മോചിപ്പിക്കണം, ഒപ്പം മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങളും വിട്ടുകൊടുക്കണമെന്നാണ് ട്രംപിന്റെ ആവശ്യം. അതായത് ബന്ദികൾ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ മൃതദേഹങ്ങൾ വിട്ടു നൽകണം. കർശന നിർദ്ദേശമാണ് ട്രംപ് നൽകുന്നത്, അല്ലേ ഐസൻ? തീർച്ചയായും 72 മണിക്കൂർ എന്ന ഒരു അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത്. ഈ അന്ത്യശാസനം ഹമാസിന് നൽകിയിരിക്കുന്ന അവസാന അന്ത്യശാസനമായി തന്നെ നമുക്ക് കണക്കാക്കാൻ സാധിക്കും. ഇക്കഴിഞ്ഞ ദിവസവും നടന്ന ശക്തമായ സൈനിക നീക്കങ്ങളുണ്ടായിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം 2 ദിവസം മുമ്പ് നടന്ന സൈനിക നീക്കത്തിൽ ഹമാസിൻ്റെ ഒരു പരിധിവരെ എല്ലാവരെയും എന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ ഡസൻ കണക്കിന് ഹമാസ് ഭീകരരെ കൊന്നൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുപോലെ തന്നെ ടണൽ ട്യൂബുകൾ തകർത്തു എന്ന ഒരു റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. അതായത് ടണലിലേക്ക് പ്രവേശിക്കുന്നതിന് ഭൂമിക്കടിയിലുള്ള ആഴത്തിൽ ഭൂമിക്കടിയിൽ നിർമ്മിച്ചിട്ടുള്ള ടണലിലേക്കുള്ള എത്തിപ്പെടുന്നതിനുള്ള എൻട്രി അല്ലെങ്കിൽ ആ പ്രവേശന കവാടങ്ങളെല്ലാം തന്നെ തകർക്കുന്ന ഒരു നീക്കമുണ്ടായി. അതുപോലെ തന്നെ നിരവധി ഭീകരരെ കൊലപ്പെടുത്തിയ ഒരു സാഹചര്യമുണ്ടായി. ഈ ടണൽ സർക്യൂട്ടുകളെല്ലാം തന്നെ ബ്രേക്ക് ചെയ്ത ഒരു സാഹചര്യമുണ്ടായി. അതായത് നമുക്കറിയാവുന്നതാണ്, ഈ ടണലുകൾ വലിയ ദീർഘമായ ടണലുകൾ നിർമ്മിച്ച് ഈ ടണലുകളിലൂടെയാണ് ബന്ദികളെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോയിരുന്നത്. ഈ ബന്ദികളുടെ എല്ലാം തന്നെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഈ ടണലിൽ, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന സാഹചര്യം ടണലിൽ ഇല്ലാതാക്കിയിരിക്കുന്നു. ടണലുകൾ ബ്രേക്ക് ചെയ്തിരിക്കുന്നു. അതിൻ്റെ ആ ഒരു യാത്രാ സംവിധാനം അല്ലെങ്കിൽ അതിലൂടെ സഞ്ചരിക്കാവുന്ന സംവിധാനത്തെ തകർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ബന്ദികൾ കുറേ കൂടി സുരക്ഷിതരായിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് നിയന്ത്രണത്തിലുള്ള ഇസ്രായേലിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ ടണലിൽ കഴിയുന്നുണ്ട് എന്നാണ് പ്രാഥമികമായ വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നത്. ഇവരുടെ മോചനം, അതായത് 20ഓളം ബന്ദികളാണ് ജീവനോടെ ഉള്ളത്. ബാക്കി 48 ബന്ദികൾ ഉണ്ടായിരുന്നതിൽ, അതായത് അവസാനമായി വിട്ടുകൊടുക്കാനുണ്ടായിരുന്ന 50 ബന്ദികൾ ഉണ്ടായിരുന്നതിൽ 2 പേർ മരിച്ചു. അവരുടെ മൃതദേഹങ്ങൾ നൽകുകയൊക്കെ ചെയ്തിരുന്നു. 48 പേർ ഇനിയും ബാക്കിയുണ്ട്. ആ 48 പേരിൽ 20 പേർ മാത്രമാണ് ജീവിച്ചിരിക്കുന്നത് എന്നാണ് ഇസ്രായേലിൻ്റെ കണക്ക്. ആ ബാക്കി 20 പേരും അതുപോലെ തന്നെ 28 പേരുടെ മൃതദേഹങ്ങളും ഉടൻ വിട്ടുകൊടുക്കണമെന്ന കർശന നിലപാട് തന്നെയാണുള്ളത്. 72 മണിക്കൂറിനുള്ളിൽ ഇതെല്ലാം തന്നെ പരിഹരിക്കുന്നതിന് ബന്ദികളെ പൂർണ്ണമായും മോചിപ്പിക്കണം. നമുക്കറിയാവുന്നതാണ്, ബെഞ്ചമിൻ നെതന്യാഹു UN-ൽ നടത്തിയ പ്രസംഗത്തിൽ വൈകാതെ തന്നെ ബന്ദികളെ തിരിച്ചെത്തിക്കും, ബന്ദികളുടെ മോചനം യാഥാർത്ഥ്യമാക്കേണ്ടത് അനിവാര്യമാണ്, ഉടൻ തന്നെ അത് യാഥാർത്ഥ്യമാകുകയും വേണമെന്ന മുന്നറിയിപ്പ് അന്നേ തന്നെ ഹമാസിനെ ഇസ്രായേൽ നൽകിയിരുന്നു, അല്ലെങ്കിൽ ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരുന്നു. ഇതെല്ലാം തന്നെ യാഥാർത്ഥ്യമാകാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ട്രംപുമായി നടന്ന കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഉണ്ടായിരിക്കുന്നത്. ഗാസയിൽ സമാധാനം പുലരുന്ന നാളുകളിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഹമാസിന് കർശനമായ ഒരു താക്കീതുണ്ട്. കസ്റ്റഡിയിലുള്ള ഇസ്രായേൽ ബന്ദികളുടെ മോചനം സംബന്ധിച്ച് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് ട്രംപ്. 3 ദിവസമാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ മുഴുവൻ ബന്ദികളെയും മോചിപ്പിക്കേണ്ടതുണ്ട്. മരിച്ച ബന്ദികളുടെ മൃതദേഹങ്ങളും വിട്ടുകൊടുക്കണമെന്നാണ് ആവശ്യം. വാർത്ത വിശദമായി തന്നെ ഐസൻ ജോസാണ് റിപ്പോർട്ട് ചെയ്തത്. ഇനി